ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇറങ്ങാൻ പറ്റേ. എന്താ എന്താ പറ്റി മുരളി? ഒരു കാര്യം സത്യം പറയണം. ഈ വീടിരുന്ന സ്ഥലത്ത് പണ്ട് നാഗത്തറയോ മറ്റുണ്ടായിരുന്നോ? ഇല്ല. എന്നാ നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാ. ആളുകളെ ആയാലും വീടിനെ ആയാലും സ്നേഹിച്ചു പോയാ കുഴപ്പാ. നമ്മുടെ അവസാനത്തെ ദിവസ ഈ അടുക്കളയില്, അല്ലേടി? അലയാനുള്ള യോഗം ജാതകത്തിൽ തീർന്നിട്ടുണ്ടാവില്ല. ആ ജാതകമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അതിലല്ലേ കൃഷ്ണയും നമ്മളും ഒക്കെ കുടുങ്ങിപ്പോയത്. നാഗപ്രീതിയുള്ള കുട്ടി തറവാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതോടെ നാഗശാപം എന്നേക്കുമായി ഇല്ലാതാകും. കൃഷ്ണ നാഗദേവതകളെ ആരാധിക്കുന്ന കുട്ടിയാ. നാഗദേവതകൾ അവളെ കൈവിടില്ല. അനുഗ്രഹം കിട്ടിയ കുട്ടിയവള്. കൃഷ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടി നീ യാതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സമാധാനമായിരിക്കെ. കൃഷ്ണ സഞ്ചരിക്കുന്നത് നേരായ പാതയില. അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല. എന്താ ഗോപാലേട്ടാ? അത് ഞാനൊരു സ്വപ്നം കണ്ടു സുനന്ദേ. സ്വപ്നത്തില് കൃഷ്ണയ്ക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. അല്ലാതെ ഇങ്ങനൊരു സ്വപ്നം എനിക്കുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ള വേദന ഗോപാലേട്ടന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ആലോചിച്ച് കിടന്നിട്ട് ഓരോന്ന് കാണുന്നതാ. അല്ല സുനന്ദേ, എനിക്കെന്തോ കൃഷ്ണമോളുടെ കാര്യത്തില് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു. അവൾക്ക് നല്ലത് വരുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ നോക്കിക്കോ സുനന്ദേ, നേരം വെളുക്കുമ്പോ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നമ്മളെ തേടി വരും. എനിക്കങ്ങനെയാ തോന്നുന്നത്. സുനന്ദേ, ഇറങ്ങാറായില്ലേ?
ഇറങ്ങുന്നില്ലേ? കൃത്യസമയത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം. ഇനി നമ്മള് ഇവിടേക്ക് തിരിച്ചു വരില്ലല്ലോ ചേട്ടാ. വെറുതെ കുറച്ചു നേരം ഇവിടെ നിക്കണമെന്ന് തോന്നി. ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള സ്ഥലമല്ലേ. മോളെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാം. വാടക വീടാണെന്ന് അവളോട് പറയണ്ട. കുറച്ചുകൂടെ സൗകര്യമുള്ള വീടാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ നമുക്ക് ഇറങ്ങാം അല്ലേ? കരയില്ലടി, നിന്റെ കണ്ണ് നിറയുന്ന കാണാൻ എനിക്ക് വയ്യ. ചെല്ലേ. ഗോപാല, ഇറങ്ങാൻ പറ്റേ. എന്താ എന്താ പറ്റി മുരളി? ഒരു കാര്യം സത്യം പറയണം. ഈ വീടിരുന്ന സ്ഥലത്ത് പണ്ട് നാഗത്തറിയോ മറ്റുണ്ടായിരുന്നോ? ഇല്ല. എന്നാ നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാ. ഇത് നാഗദേവതകൾ കൂടിക്കൊണ്ടിരുന്ന സ്ഥലമാ. അതിന്റെ സൂചന എനിക്ക് കിട്ടി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കച്ചവടം മുടക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഞാനും എന്റെ ഭാര്യയും നാഗങ്ങളെ സ്വപ്നം കണ്ടത്? ഈ വീട് വാങ്ങിയ ഞങ്ങൾക്ക് നാഗദംശനം ഏക്കുമെന്ന സ്വപ്നം കണ്ടിരിക്കുന്നേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഇച്ചിരി വിശ്വാസമുള്ള കൂട്ടത്തിലാ. എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അഡ്വാൻസ് തന്ന കാശ് നിങ്ങൾ തിരിച്ചു തന്നില്ലേലും കുഴപ്പമില്ല. ഈ കച്ചവടത്തേത് ഞാൻ ഒഴിയ. എനിക്ക് ഈ വസ്തു വേണ്ട. മുരളി പോ. മുരളി സാറ് എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞു നോക്കി. രാവിലെ എന്റെ മുന്നിലേക്ക് ഓടിപ്പടഞ്ഞു വന്നപ്പോ മുഖം ഒന്ന് കാണായിരുന്നു. പേടിച്ചു പോയി.